കർത്താവിന്റെ ധന്യമേറിയ നാമം മഹത്വപ്പെടട്ടെ. Let the blessed name of the Lord be glorified. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദിവസം കൂടെ നമ്മുടെ ആയുസ്സിൽ കർത്താവ് അനുവദിച്ചു തന്നല്ലോ. God has given us one more blessed day in our life. ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. God is helping us to reflect upon His glory and His majesty and to praise and adore Him. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവമക്കളെയും വിലപ്പെട്ട കർത്തൃദാസന്മാരെയും വന്ദനം ചെയ്യട്ടെ. I want to greet all the pastors and all of you who are here this morning. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ട്. The presence of God is in our midst. വളരെ പ്രതീക്ഷയോടെ നമുക്ക് വചനത്തിന്റെ ചുറ്റാകെ ആയിരിക്കാം. Let's be in front of the word of God with the expectation. ഈ പകലിന്റെ ചിന്തയ്ക്ക് വേണ്ടി 73-ാം സങ്കീർത്തനത്തിന്റെ 28-ാമത്തെ വാക്യം ധ്യാനിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. And I want to bring your attention to Psalm 73 and verses 73:28. എന്നാൽ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, അങ്ങയുടെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയെ കർത്താവിനെ എൻ്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. But as for me, God's presence is my good. I have made the Lord God my refuge, so that I can tell about all you do. സെപ്റ്റുജന്റ് ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്, ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. And in Septuagint translation, which is another translation, there is one more word. It says, as for me, being near to God is way better. മനുഷ്യ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. And what is unique about humankind is every individual has their own opinions. ചിലർ പറയും വിദ്യാഭ്യാസമാണ് മനുഷ്യ ജീവിതത്തെ വ്യത്യസ്ത. Some people may say it's the education which separates people. വേറെ ചിലർ പറയും പണമാണ് മനുഷ്യ ജീവിതത്തെ വ്യത്യസ്ത. Some people say money is what is uniqueness of people. മറ്റു ചിലർ പറയും ജോലി, ജീവിത സാഹചര്യങ്ങൾ, വളർന്നു വന്ന സാഹചര്യം, ഇതൊക്കെയാണ് മനുഷ്യ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. Some will say our job, the situation in which you grew and all makes it unique. പക്ഷേ ആസാഫിനെ പോലെയൊക്കെയുള്ള മനുഷ്യരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും മറ്റൊന്നുമല്ല, ദൈവിക ബന്ധമാണ് ഒരു മനുഷ്യ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. If you ask people like Asaph, they will say it is nothing else but it is a relationship with God which makes a person different. ഈ പ്രഭാതത്തിൽ പാസ്റ്റർ സിബിൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്, ഏത് ക്ഷാമകാലഘട്ടത്തിലും. And today as Pastor Sibin was preaching, he said even in situations of famine, ജീവിതത്തെ മാറ്റാൻ പറ്റും. God can change life situations. രൂത്തിന്റെ പുസ്തകം അതാണ് നമുക്ക് ഓർമ്മിപ്പിച്ചത്. The book of Ruth reminds us that. അദ്ദേഹം ആ വചനത്തിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായി. When he was preaching, I was meditating or thinking about the book of Ruth. 4 അധ്യായമാണ് രൂത്തിന്റെ പുസ്തകം. There are 4 chapters in the book of Ruth. ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് തീരുമാനമെടുക്കുന്ന രൂത്തിനെയാണ്. And in chapter 1 we see a Ruth who makes a decision. ദൈവത്തെ കൂട്ടുപിടിച്ചൊരു തീരുമാനം. And she decided she will cling to the Lord. ഈ ദൈവം എൻ്റെ ദൈവം. This God is my God. ഏത് ജീവിത സാഹചര്യങ്ങളുടെ നടുവിലും ദൈവമക്കൾ ഉറക്കപ്പെടണം, ഈ ദൈവം എൻ്റെ ദൈവം. In the midst of all circumstances, people of God should say, this God is my God. രണ്ടാമത്തെ അധ്യായത്തിൽ അധ്വാനിക്കുന്ന രൂത്തിനെയാണ് നമ്മൾ കാണുന്നത്. Second chapter we see a Ruth who labors hard. മൂന്നാമത്തെ അധ്യായത്തിൽ വിശ്രാമം പ്രാപിക്കുന്ന രൂത്തിനെയാണ് നമുക്ക് The കാണുന്നത്. third chapter we see a Ruth who takes rest. നാലാമത്തെ അധ്യായത്തിൽ വീണ്ടെടുപ്പ് പ്രാപിക്കുന്ന രൂത്തിനെയാണ് നാം കാണുന്നത്. Chapter 4 we see a Ruth who is redeemed. അപ്പോൾ ഒറ്റ കാര്യമാണ് വീണ്ടെടുപ്പിലേക്ക് നയിക്കുന്നത്. And there is one thing which leads to a deliverance. ഒറ്റ തീരുമാനം, One decision. ഒറ്റ തീരുമാനം, One decision. ദൈവത്തോടടുത്തിരിക്കുന്ന തീരുമാനം. It is to be near to God. ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എടുത്ത ഒറ്റ തീരുമാനം ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, മരണം കൊണ്ട് തീരാതെ, കല്ലറ കൊണ്ട് അവസാനിക്കാതെ നിത്യത വരെ നമ്മെ നയിക്കുന്ന ഒരു തീരുമാനം. Dear people of God, that one decision we took to follow Jesus, it is not going to end in this world or when we die. It is going to lead us and stay till in eternity. ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്.
it is better for me to be closer to God. ഈ ആസാഫ് എഴുതിയ പല സങ്കീർത്തനങ്ങൾ നമുക്ക് കാണുവാൻ We കഴിയും. can see many psalms written by this man Asaph. ദൈവിക ബന്ധത്തിന് ഒരു മനുഷ്യന് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ കഴിയുന്ന സാധ്യതകൾ എന്താണെന്ന് അവിടെ എല്ലാം അദ്ദേഹം വിവരിക്കുക. He explains what are the possibilities of what God can do to a person who is in relationship with God. ദൈവിക ബന്ധം തനിക്ക് സമ്മാനിച്ച പദവികളെ കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. We can clearly understand what are the positions or blessings he got when he prioritized the relationship with God. ഞാൻ ഒരല്പസമയം ആസാഫിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. Today morning I want to talk a little bit about Asaph with you. നിങ്ങൾക്ക് പാസ്റ്റർ എനിക്ക് ഒത്തിരി സമയം തന്നിട്ടുണ്ട്. Pastor has given me a lot of time. എന്നോട് പറഞ്ഞു ഇന്നേതായാലും തീരുവല്ലേ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇരുന്നോളും, എത്ര സമയം വേണേലും എടുത്തോളാൻ പറഞ്ഞു. Pastor told me anyway it is ending today, so people will not go anywhere, they will sit here, so take as long as you want. പക്ഷെ നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി ഞാൻ പറയാം, ഞാൻ ഒത്തിരി സമയം എടുക്കത്തില്ല. But to comfort you, let me tell you, I am not going to take a long time. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈയിടെ ഞാനൊരു പുസ്തകം വായിച്ചായിരുന്നു. And that is because of no other reason. I read a book recently. ഇംഗ്ലണ്ടിലെ ഒരു പള്ളിയിൽ നടന്ന ഒരു സംഭവം ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. There was an incident which happened in a church in England is written there. കുറെ പിള്ളേരെല്ലാം കൂടെ പള്ളിയുടെ മുമ്പിൽ ഒരു നോട്ടീസ് ബോർഡ് ഒട്ടിച്ചു വെച്ചു. And some kids got together and they put a notice in front of the church. അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, It is written there like this. സമയത്ത് പ്രസംഗിച്ച് തീർക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് പിന്നീട് വീണ്ടും വരാം. Blessed are those who conclude their message in time, because they will get a chance to come and preach again. ഇനിയും ഞാൻ എപ്പോഴേലും വന്നാൽ സമയത്ത് പ്രസംഗിച്ച് നിർത്തിയില്ല, നിങ്ങളാരും വന്നില്ല, എന്നെ എടുക്കും. And if God gives me another opportunity and I come and you think, oh, that pastor is extending the time, he doesn't stop in time, and if you don't come, what will happen? അതുകൊണ്ട് ഞാൻ എനിക്ക് തന്ന സമയത്തിന് മുമ്പ് നിർത്താൻ ആഗ്രഹിക്കും. But I would like to stop before the allotted time. പക്ഷേ ഇന്ന് പകൽ നമ്മൾ വളരെ ഗൗരവമുള്ള ചില ചിന്തകളിലേക്ക് പോവുകയാണ്. But we are going to think about some very important matters. ആസാഫ് ദൈവിക ബന്ധം അദ്ദേഹത്തിന് സമ്മാനിച്ച സാധ്യതകൾ. And what are the blessings Asaph got as a result of his relationship with God? ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രം ഇച്ചിരി പഠിക്കണം. If you want to understand that, you have to learn his history a little bit. 1 ആസാഫിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. First Chronicles 15:16 is where his history starts. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കൂടുതലും ദിനവൃത്താന്ത പുസ്തകത്തിലൂടെയാണ്. Today I will be mostly speaking from the book of Chronicles. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗത്ത് നിൽക്കുക. ഇവിടെ നമ്മൾ കാണുകയാണ്, പിന്നെ ദാവീദ് ലേവ്യരിൽ പ്രധാനന്മാരോട് കിന്നരം, വീണ, കൈത്താളം എന്നീ വാദ്യത്തരങ്ങളാൽ സംഗീതനാഥ ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരെ നിയമിക്കുവാൻ കൽപ്പിച്ചു. അങ്ങനെ അടുത്ത വാക്യം 17-ാം വാക്യം, അങ്ങനെ ലേവ്യർ യോബേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബെരക്കിയാവിന്റെ മകൻ ആസാഫിനെയും നിയമിച്ചു. Then David told the leaders of the Levites to appoint their relatives as singers and to have them raise their voices with joy, accompanied by musical instruments, harps, lyres, and cymbals. In verse 17, so the Levites appointed Heman, son of Joel, from his relatives, Asaph, son of Berechiah. ഇവിടെ ആസാഫിന്റെ ചരിത്രം ആരംഭിക്കുകയാണ്. And here starts the history of this man Asaph. ആരുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇത് ആരംഭിക്കുന്നത്? In connection to what does his history start? ദാവീദിന്റെ ഗായക സംഘവുമായിട്ടുള്ള ബന്ധത്തിലാണ് അത് ആരംഭിക്കുന്നത്. It is in connection with the choir which David put together. അന്നത്തെ ലോകത്തിലൊന്നും മാത്രമല്ല, എന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗായക സംഘമായിരുന്നു ദാവീദിന്റെ ഗായക സംഘം. And throughout the history, if you look, the choir or the team of musicians which David has had big prominence. എന്തായിരുന്നു ദാവീദിന്റെ ഗായക സംഘത്തിന്റെ പ്രത്യേകത? What was the uniqueness of this choir of David? ഞങ്ങൾ ചർച്ചിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കുറഞ്ഞപക്ഷം ദാവീദിന്റെ ഗായക സംഘത്തിൽ ഒരു കൊയർ ടീമിനെ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ. In our church we pray, Lord, give us a choir team which is at least at the level or equal to the David's choir team. എണ്ണം ഒരു പ്രത്യേകതയായിരുന്നു. And there was a count, number of people was important. 1 ദിനവൃത്താന്തം 23-5 വായിച്ച് എത്ര പേരുണ്ടായിരുന്നെന്ന് നോക്കിക്കുക. When you read 1 Chronicles chapter 23 verses 5, 23 verses 5, you will see how many people were there. അവിടെ എഴുതിയിരിക്കുക, ന്യായാധിപന്മാരും 4000 പേർ, വാതിൽ കവൽക്കാരും 4000 പേർ. It says 4000 are the gatekeepers and 4000 are to praise the Lord with instruments that have made for worship. അപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് 4000 പേരുണ്ടായിരുന്നു. So there were 4000 people who were security guards. പിന്നെ സ്തോത്രം പാടാൻ എത്ര പേരുണ്ടായിരുന്നു? How many of them
people were there to praise the Lord? 4000 പേരുണ്ടായിരുന്നു. There were 4,000 people choir. അപ്പോൾ ഒരു സഭയിൽ പാട്ടുകാരുടെ എണ്ണം കൂടുന്നത് ശരിയാണോ തെറ്റാണോ? Is if in a church if the number of people who sing increases, is that good or bad? നിങ്ങൾ പറ. 4000 വരെ പോയ ഒരു കുഴപ്പമില്ല. You can go up to 4,000. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചർച്ചിലുള്ളവരെല്ലാം പിടിച്ച് പാട്ടുകാരാക്കിയേക്കണം. And that's why they say that whoever is in the church, make them part of the choir. ഞാൻ പറയുന്നത് ചെയ്യാവോ? മിനിസോട്ട ക്രിസ്ത്യൻ പെന്തക്കോസ്തൽ അസംബ്ലി എല്ലാരെയും പിടിച്ച് പാട്ടുകാരാക്കിയേക്കാവോ? Okay, pastor is asking me, can I make all the people part of the choir? എല്ലാരെയും പിടിച്ചാക്കണം. Okay, we can make everyone part of the choir. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. Yeah, like one more thing I want to tell you. എല്ലാവർക്കും കൂടെ ഇവിടെ കയറി നിൽക്കാനുള്ള That's what I wanted pastor to speak. All of you cannot come and stand on the stage. നിൽക്കുന്നിടത്ത് നിന്ന് എല്ലാവരും അങ്ങ് പാടാൻ പറയണം. Wherever you are there standing, please stand there and sing as a choir. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം ഇവിടുത്തെ പാട്ടുകാരാ. So everybody here are part of the choir. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് സ്തോത്രം പാടാനായിട്ട്. All of us have come to the church to sing praises to God. ആ കര ഉയർത്തി ശക്തിയോടെ ദൈവത്തെ And we lift up our hands and praise God. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ 4000 പാട്ടുകാർ. So 4,000 people were part of David's choir. അപ്പോൾ ആ പാട്ടുകാരുടെ കൂട്ടത്തില് In the midst of that group of people, കിന്നരം, വീണ, കൈത്താളം, നമ്മുടെ ഭാഷ പറഞ്ഞ ഓർഗൻ, ഗിറ്റാർ, ഡ്രംസ്. so those who play musical instruments, let's understand from our context, guitar, keyboard and drums. 4 പേരാകപ്പാടെ പാടിയിട്ട് ഡ്രംസുകാരൻ അങ്ങേ മൂലയ്ക്ക്, ഓർഗൻകാരൻ ഈ മൂലയ്ക്ക്, ഗിറ്റാറുകാരൻ ആ മൂലയ്ക്ക്. And we only had 4 or 5 people singing. We saw the drummer was sitting on one corner, guitar was on one corner and keyboard was another in the middle on the other corner. അങ്ങനെയാണ് 4000 പേര് നിൽക്കുന്നിടത്ത് ഓർഗൻ വായിക്കുന്ന ആളെവിടെ നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഗൂഗിൾ മാപ്പിനോട് ചോദിക്കണം, അല്ലെങ്കിൽ പിന്നെ പുള്ളി ലൊക്കേഷൻ ഇട്ട് തരണം. And if let's imagine the choir is 4,000, if you want to see where is the keyboardist, what you will have to do is either you will have to put it in Google Maps or you will have to really tell somebody has to find that out because it's going to be very large. അത് മാത്രമല്ല, ഇവര് കിന്നരം വായിക്കാൻ പാട്ടുകാർ വേറെ ഉണ്ട്. And there are singers separate. ഈ 26:8 വായിക്കുമ്പോഴേ ഈ പാട്ടുകാരാരാന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് ദിനവൃത്താന്തത്തിൽ. In First Chronicles 26:8 it talks about who are the singers. ഇവരെല്ലാവരും ഓബേദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ, അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദോമിനുള്ളവർ 62 പേർ. All of these were among the sons of Obed-Edom with their sons and relatives. They were capable men with strength for the work. 62 from Obed-Edom. ഞാനൊരു ചർച്ച് പാസ്റ്റർ ആയതുകൊണ്ട് ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. And since I am a pastor of a church, this is an important matter. ഈ കൊയർ ടീമില് ഒരു വീട്ടിൽ നിന്ന് എത്ര പേരെ വരെ വരുത്താൻ പറ്റും? How many people from a single family can be added to a choir team? മിക്കവാറും ഒക്കെ 1, 2, 3 പേരൊക്കെ ഒരു വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്കെല്ലാം ഇത് കാണുമ്പോൾ ഒരു വലിയ അസൂയ ഉണ്ടാകാറുണ്ട്. And when you have 2 or 3 people from a same family get in the choir, some others may have jealousy. ചിലയിടത്താണ് ഭാര്യയും ഭർത്താവും കൊയർ ടീമിലുണ്ടെങ്കിൽ മറ്റുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും കാണുമ്പോൾ ഒരു നിങ്ങൾക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞു വരുക, ഞങ്ങളുടെ ഇങ്ങനെ പലയിടത്ത് പോകുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. And if husband and wife is in the choir, some others will have some trouble and challenge with that. I'm not saying it is here, but since I travel many places, I have seen that. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു വീട്ടിൽ നിന്ന് എത്ര പേരെ വരെ വരുത്താൻ പറ്റും? And I was thinking, from one family, how many people can be part of the choir? ഇവിടെ പറയാം 62 പേര് വരെ ഒരു വീട്ടിൽ നിന്ന് വരുന്നതിന് ഒരു കുഴപ്പമില്ല. Here it says up to 62 people can come from one family. ഏത് വീട്ടിൽ നിന്ന് ഈ 62 പേര് വന്നത്? From which family did 62 come? അമ്മ മനസ്സ് സീരിയലും കണ്ട് ബിഗ് ബോസും കണ്ട് 24 മണിക്കൂർ പോകുന്നവരുടെയും വരുന്നവരുടെയും കുറ്റവും പറഞ്ഞ് അയലോടെ നടന്നവരുടെ കാര്യമാണോ ഈ പറഞ്ഞിരിക്കുന്നത്? This is not about people who keep on watching reels and shorts and comedy and all. This is talking about not those type of people who are just not serious. ആണോ? Is it like that? അവർക്ക് പെർഫോമൻസ് നടത്താൻ പറ്റും. And those people can do performance. പക്ഷേ ദൈവകൃപയുടെ വക്താക്കളായ പാട്ടുകാരായി മാറണമെങ്കിൽ, തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകാരായി മാറണമെങ്കിൽ വീട്ടിൽ വന്നിരിക്കുന്നത് പെട്ടകമാണെന്നുള്ള തിരിച്ചറിവോട് ദൈവത്തെ ബഹുമാനിക്കുവാൻ നാം തയ്യാറാകണം. If the next generation has to sing to the Lord with integrity, then the people in the house should realize what is the significance of this
the God whom we serve within the family. എന്താ ഓബേദോദോമിന്റെ പിള്ളേർ അതിപ്രാപ്തന്മാരാകാൻ കാരണം? Why did the children or the generation of Obed-Edom become so good? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങളാ കേട്ടോ. Because you are the one who decide the destiny or the future of your children. എൻ്റെ കുഞ്ഞിന്റെ ഭാവി തീരുമാനിക്കാനുള്ള അധികാരം കൂടെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. God has given me the authority to decide the future of my children. ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തെ ബഹുമാനിക്കുന്നവനാണെങ്കിൽ, If I respect God and honor God, എൻ്റെ ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ, if I understand the glory of God and magnificence of God and I praise Him, ആരാധിക്കുന്നവന്റെ തലമുറയുടെ ചരിത്രത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. There is a God who changes the history of the one who worships Lord. ഇന്ന് പകൽ നിങ്ങളെ മാത്രം നോക്കിക്കൊണ്ടല്ല ഞാൻ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുന്നത്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന 3 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ഭാവിയെ ബാധിക്കുന്നതായ എൻ്റെ ആരാധനയും ശുശ്രൂഷയും. I am not looking at you and I am not ministering based on that, but I also have a realization that I have 3 children and how I conduct and I minister will have an impact on their future also. ഈ പകൽ നമ്മൾ നമ്മെ മറന്ന് ദൈവത്തെ ആരാധിച്ചാൽ അതിന്റെ അനുഗ്രഹം വെളിപ്പെടുന്നത് നമ്മുടെ തലമുറയുടെ മേലാ. If we understand God and we praise Him, the blessing will continue and come to our generations. പാസ്റ്റർമാർ നിർബന്ധത്തിന് ദൈവത്തെ ആരാധിക്കരുത്. Don't ever worship God thinking because pastor said. ആരാധിക്കുന്നവന്റെ തലമുറയെ അതിപ്രാപ്തനാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who enables and strengthens the generation of those who worship Him. അതിപ്രാപ്തരായ പാട്ടുകാർ. And they were all qualified, well-rounded singers. 62 പേര്. There were 62 people in the team from one family. ഈ കൂട്ടത്തിൽ ഓർഗൻ വായിക്കാൻ നിൽക്കുന്നവനായിരുന്നു ബെരക്കിയാവിന്റെ മകൻ ആസാഫ്. And in that group, one who plays organ was Asaph, who is the son of Berechiah. ഞാനൊരു കാര്യം ചോദിക്കുക. Let me ask you a ഈ question. ദൈവത്തെ മതിമറന്ന് ആരാധിക്കുന്നവൻ എന്നും ഒരു മൂലയ്ക്ക് നിൽക്കാൻ ദൈവം സമ്മതിക്കുമോ? Those who worship Lord without any constraints or restraint, do you think God will allow him to stay in a corner forever? 1 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിൽ 4000 പേരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് അവനെ നമ്മൾ കാണുന്നത്. We see in 1 Chronicles 15 that he was one among 4,000. ഇനി 16-ന്റെ 5 നിങ്ങളൊന്ന് വായിച്ചേ. Now let's read 16 verses 5. 1 ദിനവൃത്താന്തം 16-ന്റെ 5 വായിച്ചേ. 1 Chronicles 16 verses 5. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? Asaph was the chief. ആസാഫ് തലവൻ. Asaph was the chief. കഴിഞ്ഞ അധ്യായത്തിൽ എവിടായിരുന്നു? The last chapter where he was. പറപ്രിയപ്പെട്ടവരെ, Dear people of God, 4000 പേരുടെ കൂട്ടത്തിൽ ഒരാൾ. he was one among 4,000. പക്ഷേ ഇപ്പോഴോ? Not now. ഇപ്പോഴോ? Where is he now? ഇപ്പോഴോ? Where is he now? Asaph was the chief. Asaph is the leader. He became a leader. അവൻ നേതാവായി മാറി. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നവന്റെ ലൈഫിൽ ഇതുവരെ തുറക്കാത്ത ഒരു അധ്യായം ഞാൻ തുറക്കുമെന്ന് പറയുമ്പോൾ എത്ര പേര് അത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ When തയ്യാറാണ്? I say that those who worship the Lord, God will start a new chapter in their life. How many of you will praise God? എന്നോട് വളരെ ശക്തമായി ദൈവാത്മാവ് പറയുകയാ. Spirit of the Lord is speaking very powerfully. ഇതുവരെ തുറക്കാത്ത ഒരു അധ്യായം ദൈവം നിന്റെ ജീവിതത്തിൽ തുറക്കാൻ പോവാ. A chapter which has not opened so far is going to be opened in front of you. നീ ഏത് സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിലും, Whatever may be your circumstance, ഇന്ന് പകൽ സ്വർഗം പറയുകയാ. today heaven is saying നിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവാ. God is going to do a miracle which will change your life. എത്ര പ്രിയപ്പെട്ടവർക്ക് ഈ പകൽ ഉറപ്പുണ്ട്? How many of you have that faith today? യെസ്, ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ മുതൽ 2 വാക്യം പറയാൻ ദൈവാത്മാവിനെ Since the നിർബന്ധിക്കുകയായിരുന്നു. time I came and sat here, 2 verses the Holy Spirit was inspiring me and forcing me to say. 2 ദിനവൃത്താന്തം 32-ന്റെ 23-ാമത്തെ വാക്യം. And 2 Chronicles 30-23. 2 ദിനവൃത്താന്തം 32-ന്റെ 23-ാമത്തെ വാക്യം. 2 Chronicles chapter
32 verses 23. പലരും യെരൂശലേമിലെ യഹോവയ്ക്ക് കാഴ്ചകളും യഹൂദ രാജാവായ ഹിസ്കിയാവിന് വിശേഷ വസ്തുക്കളും കൊണ്ടുവന്നു. അവൻ അന്നു മുതൽ സകല ജാതിയുടെയും ദൃഷ്ടിയിൽ ഉന്നതനായി തീർന്നു. Many were bringing an offering to the Lord to Jerusalem and valuable gifts to the king Hezekiah of Judah, and he was exalted in the eyes of all the nations after that. ഇന്നു മുതൽ നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോവാ. From today God is going to change your history. ഇന്ന് നിന്റെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ദൈവം ആരംഭിക്കാൻ God പോവാ. is going to bring a new beginning in your life. ആ വാക്കാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതാണ് ഇന്ന് പകൽ ദൈവാത്മാവന് എക്സാൾട്ടഡ്, ദൈവം അവനെ ഉയർത്തി. And I like that word which says God lifted him up. യെസ്, ഈ പകൽ എക്സാൾട്ട് ദൈവം നിന്നെ ഉയർത്താൻ പോവാ. God is going to exalt you in the eyes of other ദൈവം people. ഒരുത്തനെ ഉയർത്താൻ തുടങ്ങിയ When God exalts a man, അതിനൊരു പ്രത്യേകതയുണ്ട് പാസ്റ്ററെ. there is a uniqueness to that. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം In the prophecy of Isaiah, 37:30 വായിച്ചാട്ട് when you read 37:30, ദൈവം എങ്ങനെ ഉയർത്തുന്നതെന്ന് നമ്മൾ ഇവിടെ വായിക്കുക. we read how God raises a man. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇത് നിനക്കൊരടയാളമായിരിക്കും. But this will be a sign for you. ഈ ആണ്ടിൽ നിങ്ങൾ പടുവിത്ത് വിളയുന്നതും രണ്ടാമത്തെ ആണ്ടിൽ താനെ കിളിർത്തു വിളയുന്നതും തിന്നും, മൂന്നാമത്തെ ആണ്ടിൽ നിങ്ങൾ വിതച്ചത് കൊയ്യും. It says this will be a sign to you. You shall eat this year such as grows of itself. The second year what springs from the same. And also in the third year sow and reap. Plant vineyards and eat the fruit of them. ഈ ശരിക്കും പറഞ്ഞാല് അശൂരിന്റെ യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടം. This was a time when war was going on. ഇസ്രായേലിന് വിതയ്ക്കാൻ പറ്റുന്നില്ല. Israel cannot sow. പക്ഷെ ദൈവം പറയാ, വിതയില്ലേലും ഞാൻ നിന്നെ ഉയർത്താൻ പോവാ. But God says, even though there is no sowing going on, I am going to lift you up. ഏത് യുദ്ധ കാലഘട്ടത്തിലും ഞാൻ നിന്നെ ഉയർത്താൻ പോവാ. In the midst of any situation, the war time, I am going to lift you or exalt you. ഇംഗ്ലീഷിലാണ് എനിക്കത് ഇഷ്ടം. I like that in English. NIV ഇച്ചിരി കൂടെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. And it is written a little bit better in This shall be the sign for you. ഇത് നിനക്കൊരു അടയാളമായിരിക്കും. It says this will be a sign for you. എന്താ അടയാളമാകുന്നത്? What is going to be the sign? This year you shall eat what grows itself. ഈ വർഷം നീ തിന്നും. എന്തോ This year തിന്നും? you will eat what grows on its own. തന്നെ വിളഞ്ഞ നീ തിന്നും. What grows on its own, you are going to eat. ഇന്ന് പകൽ ഞാൻ ചോദിക്കുകയാണ്, വിതയ്ക്കാതെങ്ങനെ തന്നെ വിളയുന്നത്? I want to ask you, how can something grow on its own without somebody sowing anything? അപ്പോഴാണ് മലയാളത്തിൽ കണ്ട് പടുവിത്ത് വിളയുമെന്ന്. And that's why we see in Malayalam which says something like whatever was there it will grow. പടുവിത്ത്, It's a seed. പടുവിത്ത്. എന്താ പടുവിത്ത് എന്ന് പറഞ്ഞ അർത്ഥം? What is the meaning of that seed? പട്ടുപോയ വിത്ത്. A seed which has gone dead. എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് മനസ്സിലായോ? What do you understand? ഒരു ചെടിയിൽ പടുവിത്തുണ്ടാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, If you ask in a plant, how does this dead seed comes? സ്വാഭാവികമായിട്ടും ആ വിത്തായിരിക്കും ആ ചെടിയിലെ ആദ്യ ഫലം. And normally that would be the first fruit of that tree. അതിനുശേഷം മറ്റു വിത്തുകളെല്ലാം കിളുക്കും. And after that many more seeds will come. ഇങ്ങനെ ഒത്തിരി വിത്തുകൾ കിളുക്കുമ്പോൾ വെയിറ്റ് കാരണം നേരെ നിൽക്കുന്ന നെല്ലുചെടി താഴോട്ട് കൂമ്പും. When there is lot of fruitfulness, the plant will bend towards down. ഈ സ്വാഭാവികമായിട്ടും ഇത് താഴോട്ടാവുമ്പോൾ Naturally when it is downwards, ആദ്യം കിളുത്ത വിത്ത്, the first one which grew, അത് മണ്ണിലോട്ട് ഇങ്ങനെ ചെന്ന് ടച്ച് ചെയ്യും. and it will touch the soil. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിത്തുകളുടെ ഇടയിൽ കൂടെ എലിയും പാമ്പും എല്ലാം ഇങ്ങനെ ഓടി നടക്കുമ്പോൾ, And rats, mice, snakes will be roaming around in the middle of this. ഈ വിത്തേൽ എന്ത് ചെയ്യും? It will hit this seed. എല്ലാ ദിവസവും ഈ തട്ട് കൊള്ളും. ഇത് Every day it is being hit. അല്ലെങ്കിൽ ആദ്യ ഫലത്തിനൊക്കെ എപ്പോഴും തട്ട് കൂടുതലാ. And normally the first fruit gets lot of hitting. ഈ എല്ലാ ദിവസവും ഇങ്ങനെ തട്ട് കൊണ്ട് ഒടുവിൽ ഇത് വിളഞ്ഞപ്പോൾ ഇത് എന്നേക്കുമായി ഞെടുപ്പിൽ നിന്ന് താഴെ പോയി. And finally when it grew, because of the hitting which was getting every day, it fell off.
died. യജമാനൻ ഇതിനെ കണ്ടിരുന്നെങ്കിൽ And if the master would have seen, ആ ഉറപ്പായിട്ട് ഇത് കളപ്പുര ചെന്നാനെ. and he would have taken care of it, കാരണം ഇതാണുള്ളതിൽ ഏറ്റവും നല്ല വിത്ത്. because this is the best out of all. പക്ഷേ ഇത് താഴെ പോയി. But it fell down. ഇത് താഴെ പോയത് മാത്രമല്ല, Not only that it fell down, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യജമാനൻ വന്ന് കൊയ്തെടുത്ത് മറ്റു വിത്തുകളെല്ലാം കളപ്പുര കൊണ്ടുപോയി. and the master came and took all the seed and took it to the storehouse. യഹൂദന്മാരുടെ കൊയ്ത്ത് നടക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. In the Jewish country, the harvest happens in May, June. പിന്നെ വരുന്നത് ജൂലൈ ഓഗസ്റ്റ് ഭയങ്കര ചൂടുള്ള സമയമാണ്. Then July, August months are very hot. സെപ്റ്റംബർ വരെ അതിങ്ങനെ തുടരും. It will be like that till September. അടുത്തത് ഒക്ടോബർ നവംബറിലാണ് അടുത്ത വിത വരുന്നത്. Next sowing happens in October, November. ഈ സമയമാകുമ്പോഴത്തേന് ചൂട് കൊണ്ട് ഇത് വല്ലാതെ ഉണങ്ങിപ്പോയി. By that time, because of the scorching heat, it will be dried. മറ്റു ചില ചെടികൾ വന്ന് ഇതിനെ ഞെരുക്കി കളഞ്ഞു. Others plants surrounding will come and really make it dead and hard and dry. പക്ഷേ ഒക്ടോബർ നവംബറിൽ എന്തോ സംഭവിക്കുമെന്നറിയാം. In October, November, what happens? യജമാനൻ വന്ന് ഈ നിലം വീണ്ടും കിളച്ചുഴുതെടുക്കും. And the master will come and start digging. ആദ്യം അദ്ദേഹം ചെയ്യുന്നത് എല്ലാ കളകളും ഒന്നിച്ചു മാറ്റും. He will take all the weeds out first. എന്നിട്ട് ഈ കളകളെല്ലാം തട്ടും. And then he will push the weeds away. എന്തിനാണെന്നറിയാവോ? Why? ഏതേലും വിത്ത് ഒതുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് താഴെ വീഴാനായിട്ട്. And he will do that so that if there is any seed which is left, or hidden, let it fall. എന്നിട്ട് അത് കലപ്പ കയറ്റി അത് ഉഴുതുമറിക്കും. And he will, till the land. വെള്ളത്തിനകത്ത് ഇത് താണു പോകുകയാ. And now it is getting underwater. ഈ വിത്ത് വിചാരിക്കുക എന്റെ കാലം കഴിഞ്ഞു. And this seed is thinking, my time is over. ഇല്ല കേട്ടോ. No, it's not over. ഇത് കഴിഞ്ഞിട്ടില്ല. It is not over. നീ വെയിലത്ത് കിടന്ന് ഉണങ്ങിയെന്നുള്ളത് സത്യാ. It is true that you got, dried in, heat. പല കളകളും നിന്നെ ഒതുക്കിയെന്നുള്ളത് It സത്യം. is also true that many weeds might have crushed you. നീ ചള്ളക്കകത്ത് ഒതുങ്ങിപ്പോയെന്നുള്ളത് സത്യാ. It is also true that you went under the mud. നീ വിചാരിക്കുക എന്റെ കാര്യം മാത്രം എന്തുകൊണ്ടാ ഇങ്ങനെ? You may be thinking, why is my life situation like this? 66 സങ്കീർത്തനം 10 മുതൽ 12 വരെ വായിക്കുമ്പോൾ അല്ലെങ്കിലും മൂല്യമുള്ളതിന് പരിശോധനകൾ ഏറെയാ. When you read Psalm 66, you will understand that one who is valuable will have more testing and trials. പരിശോധിച്ചു, They tested ഊതിക്കഴിച്ചു, and they tried, went through fire, വലയിലകപ്പെട്ടു, and it was stuck in the snare's net, മുതുകത്തും വലിയ നുകം വെച്ചു, and big yoke was kept on the back. മനുഷ്യർ ഞങ്ങളുടെ തലേ കൂടെ കേറി ഓടി. People, they went over our head. ഞങ്ങൾ തീ കൂടെ പോയി, We went through fire. ഞങ്ങൾ വെള്ളത്തിൽ കൂടെ പോയി. We went through water. പക്ഷെ കാലം കഴിയത്തില്ല. But time will not stay like that. ഒത്തിരി പരിശോധനയിലൂടെ പോയെങ്കിലും നീ പറ കാലം കഴിയത്തില്ല. Even though you went through a lot of fiery situations, say that time is not going to end like that. എന്തിനാ ദൈവം ഇത്രയും പരിശോധിച്ചത്? Why did God test you this much? ഇതിനപ്പുറത്ത് വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോൾ താനെ കിളിർക്കുന്ന ഒരു സമയം വരാൻ പോവാ. When the smell of water hits, a time is going to come when the seed is going to grow itself. എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ട്? How many of you have that assurance this എന്റെ morning? ലൈഫിൽ ഇതുവരെ നടക്കാത്ത ഒരു ഉയർപ്പ് സ്വർഗത്തിലെ ദൈവം അനുവദിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഈ ആരാധനയകത്തിരിപ്പുണ്ട്? How many people will believe today in this service that a resurrection, a change which has not happened in my life till today is going to happen in my life? ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എന്റെ ചെവി കേട്ട വാക്ക് exalted. When I came and sat in this room, the voice I heard in my ears is the word നീ exalted. തന്നെ ഉയർക്കാൻ പോകുന്ന സമയമായത്. And God, you are going to be exalted by yourself. നിന്റെ യുദ്ധകാലം നിന്റെ അവസാനമല്ല. This is not the end of your wartime. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. And if there is a seed, it has got an expectation. അതിനെ വെട്ടിയാലും അത് വീണ്ടും കിളിർക്കും.
And even if the shrub is cut, it will rise again. വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോൾ അതിനൊരു കിളിർപ്പുണ്ട്. When the smell of water falls, it will start spurting. എന്നെ മിനിസോട്ടയിലേക്ക് ദൈവം ഇന്ന് അയച്ചത് നിനക്കൊരു ഉയർപ്പുണ്ടെന്ന് പറയാൻ വേണ്ടി തന്നെയാ. God sent me to Minnesota to tell you that there is a season awaiting when you are going to grow. 4000 പേരുടെ കൂട്ടത്തിൽ ആളായിട്ട് ഒതുങ്ങാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ ദൈവം ഒരു ലീഡർഷിപ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പോവാ. God has not called you to be one among 4,000. God is going to raise you up as a leader. കൂട്ടത്തിൽ ഒരാളായിട്ട് നീ ഒതുങ്ങത്തില്ല. ഒരു യൂണിക്ക്നെസ് ദൈവം നിന്റെ മേൽ പകരാൻ You will പോവാ. not be an ordinary among many, but there is going to be a uniqueness in you. എത്ര പേര് ഈ പകൽ വിശ്വസിക്കുന്നുണ്ട്? How many of you believe this morning? ശബാര ഉറപ്പുള്ള ദൈവമക്കളൊക്കെ കര ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചു If you തുടങ്ങിക്കോ. believe, can you lift up your hands and praise God? Hallelujah. എന്നോട് ശക്തമായി ദൈവാത്മാവ് പറയുകയാ. The Lord is speaking very powerfully. ഒതുങ്ങിപ്പോയ ചിലതിനെ ദൈവം ഉയർത്തുന്ന പകലായത്. This morning is a morning when God is going to resurrect and bring up many who went constrained. ഇപ്പം എന്റെ ചെവി ഞാൻ കേൾക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. I am hearing a voice in my ear. കരിമരവും കരിവേലകവും വെട്ടിയാലോ, And whatever the tree may be cut down, കുറ്റി പട്ടുപോയാലോ, even the shoot may go away. വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോ When the smell of water hits, അത് താനെ കിളിർക്കൂ. and it is going to grow itself. അച്ഛാ ഇത് കിളിർക്ക് വച്ചാ. It is going to grow. ആന്റി ഇത് കിളിർക്ക് വാറ്റി. Auntie, this is going to grow. ഇത് കിളിർക്കാതിരിക്കാൻ ഇത് റബ്ബർ വാഴാന്തലും വട്ടയല്ലല്ലോ. And it is not going to be dying because God is there. ഇത് കരിമരമല്ലേ, ഇത് കരിവേലകമല്ലേ, ഇതിന് കിളിർക്കാതിരിക്കാൻ പറ്റുമോ? This is a tree, it has got life left, it is going to grow. സ്വർഗം ഇന്ന് പകൽക്കാലം എന്നെ ഉയർത്തുന്ന പകലായതെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഈ ആരാധനയകത്തിരിക്കുന്നു? How many of you believe this is a day God, heaven is going to exalt me, is going to lift me up? ഓൺലൈനിലൊക്കെ എന്നെ കേൾക്കുന്ന ഒത്തിരി പേരോട് ഞാൻ ആത്മാവിൽ ഈ പകൽ ദൂത് പറയുകയാ. യുദ്ധകാലത്ത് നീ ഒതുങ്ങി പോകത്തില്ല, സ്വർഗം നിന്നെ ഉയർത്തുക തന്നെ When you ചെയ്യും. are listening online, I want to tell you, during the time of warfare, you are not going to be destroyed. God is going to exalt you. യെശയ്യാ 37:30 വീണ്ടും സ്ക്രീനിലിട്ടേ. Isaiah 37:30, let's bring it back on the screen. നീ തന്നെ കിളിർക്കും. You are going to grow on your own. നീ കിളിർക്കുമെന്ന് മാത്രമല്ല, It is not that you will grow your own. and in the second year Second year, രണ്ടാം വർഷം, എന്താ സംഭവിക്കുന്നത്? what is going to happen? What springs from that? അതിൽ നിന്ന് ചിലത് കിളിർക്കും. And what's going to happen? It will spring from that. ഇന്ന് പകൽ നിനക്ക് മാത്രമല്ല ഒരു കിളിർപ്പ്. It is not a growth and for you alone. നിന്നിൽ നിന്നൊരു കിളിർപ്പ് സംഭവിക്കാൻ പോവാ. Through you there is going to be a growth. എത്ര പേര് ഉറപ്പുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many of you have hope? ഞാൻ മാത്രമല്ല കിളിർക്കുന്നത്, It is not me alone. ഞാൻ ചിലതിനെ കിളിർപ്പിക്കുന്നതാകുന്നു. I am going to make some growth through you. ഈ സഭ ചില ഡിസൈപ്പിൾസിനെ കിളിപ്പിക്കാൻ പോവാ. This church will raise up disciples. ഇതിനകത്തുനിന്ന് 100 കണക്കിന് ആത്മാക്കൾ പുറത്തു വരുവാൻ പോവാ. Hundreds of souls are going to come out from this church. ഭയങ്കര ഔട്ട്കം ഇരിക്കുന്ന ചില ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. There are people on whom there is a mighty outpouring happening. സാധാരണക്കാരല്ല ഇതിനകത്ത് ഇരിക്കുന്നത്. People sitting here are not ordinary people. 100 കണക്കിന് ആളുകളെ കിളിപ്പിക്കാൻ ദൈവം അഭിഷേകം ചെയ്യുന്ന ചില ചെറുപ്പക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. God has ordained people. God has people here who is going to raise up hundreds for the Lord. വിശ്വസിച്ചു തുടങ്ങ്. Start believing. വിശ്വസിച്ചു തുടങ്ങ്. Start believing. കർത്താവിന്റെ കരം ചലിക്കാൻ പോവാ. God's hand is going to move. Thank you, Jesus. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആത്മാവിൽ പറയാം. Even if you believe or do not believe, I want to tell you in the spirit. ഇതിനകത്ത് ചിലരെ ദൈവം സെപ്പറേറ്റ് ചെയ്യും. God is going to separate people out of this place. ശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ഒരു കാലം വരാൻ പോവാ. A time is going to come. God is going to use people from this church in a powerful, mighty way. നീ കിളിർക്കും. This is going to grow. നീ കിളിർക്കും. You are going to grow. നിന്നിൽ നിന്ന് ചിലത് കിളിർക്കും. Through you, many will grow. എത്ര പേർക്ക് പകൽ ഉറപ്പുണ്ട്? How many of you have the confidence this morning? എന്നെ ദൈവം അതിനു വേണ്ടി സെലക്ട് ചെയ്തിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് How many of you believe God has selected me for that? നീ 4000 പേരുടെ കൂട്ടത്തിൽ ഒരാളല്ല. You are not going to be one out of 4,000. നിന്നെ ദൈവം ലീഡർഷിപ്പിലേക്ക് God കൊണ്ടുവരും. will bring you to the leadership. ദൈവം നിന്നെ കിളിർപ്പിച്ചാൽ If God makes you to grow, എന്താ സംഭവിക്കാൻ പോകുന്നത്?
പോകുന്നത്? What will happen? ഒരു 10 അധ്യായം കൂടെ മുന്നോട്ട് പോയി വായിക്കാം. Let's go further 10 chapters and read it. 1 ദിനവൃത്താന്തം 25 ഒന്ന് വായിച്ചേ. First Chronicles 25 verses 1. 25 verse 1. 25:1. എന്താ അവിടെ വായിക്കുന്നത്? What do you read there? ദാവീദും സേനാധിപതിമാരും കിന്നരം വീണ കൈത്താളം എന്നിവകൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫ്. David and the officers of the army also set apart some of the sons of Asaph who were to prophesy. കിന്നരം വായിക്കുക എന്നല്ലേ പറയുന്നേ? Not only playing the lyre, ഓർഗൻ വായിക്കുക എന്നല്ലേ പറയുന്നേ? not just playing harp cymbals, ഗിറ്റാർ വായിക്കുക എന്നല്ലേ പറയുന്നേ? not about just playing the keyboard, ഡ്രംസ് വായിക്കുക എന്നല്ലേ പറയുന്നേ? not just playing the drums, വയലിൻ വായിക്കുക എന്നല്ലേ പറയുന്നേ? not just playing violin. ഈ ഉപകരണങ്ങൾ കൊണ്ട് വല്ലതും പ്രവചിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Have you heard that people who play musical instruments are prophesying? എടാ, ദൈവം ഒരുത്തന്റെ മേൽ അഭിഷേകം കൊടുത്താൽ താളം പോലും പ്രവചനമായി മാറുമെന്നാണ് ഞാൻ പറഞ്ഞത്. I believe if God anoints a person, even the rhythm can change into a prophetical word. നിന്റെ ശബ്ദത്തിന്റെ അധികാരം മാറാൻ പോവാ. The authority in your voice is going to change. ഇന്ന് പകൽ അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് നിന്റെ മേൽ ദൈവം പകരാൻ This പോവാ. morning such a shift is going to happen in your എത്ര life. പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe? കർത്തൃദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പാസ്റ്റർ ബോംഗെ 4 സൈഡിലേക്ക് നോക്കി 4 ഹല്ലേലൂയ പറഞ്ഞപ്പോ അന്ധകാരത്തിന്റെ ആധിപത്യം തകരാൻ കാരണം ശബ്ദത്തിന്റെ മേൽ വ്യാപരിക്കുന്ന അധികാരമാ. Just like the man of God said the other day when Reinhard Bonge raised his hands toward 4 corners, when he said hallelujah, people who were doing witchcraft fell down. Not because of his sound, but there was an authority which was moving behind the voice. ഇന്ന് പകൽ നിന്റെ ശബ്ദത്തിന്റെ മേൽ അധികാരം വ്യാപരിക്കും. God is going to give you an authority over your voice. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. All the children sitting here sit with an expectation. സാധാരണ ഒരു യോഗത്തിലല്ല ദൈവം നിങ്ങളെ You കൊണ്ടിരുത്തിയിരിക്കുന്നത്. are not sitting in an ordinary meeting. ശബ്ദം മാറ്റുന്ന പകലായത്. This morning is a day when your voice is going to be changed. ഇന്ന് എന്നെ ലോകം അറിയും. Today world knows me, പക്ഷേ എനിക്കറിയാം എന്നെ മാറ്റിയ ഒരു അധികാരത്തെ. but I know an authority which changed me. എന്റെ 11ാമത്തെ വയസ്സിന് മുമ്പ്, When before pastor was 11 years old, കുഞ്ഞുങ്ങളെല്ലാരും ശ്രദ്ധിച്ചേ, all the children pay attention to this. മക്കളെ എനിക്ക് 2 ഭയമായിരുന്നു ഉണ്ടായിരുന്നത്. Pastor, when he was a child, he had 2 fears. ഒന്ന്, മരണവീട് എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. He was afraid of any house where death has taken place. സൂയിസൈഡ് ഞങ്ങളുടെ ഇവിടെ കാണും എവിടെങ്കിലും നടന്നാൽ, If he hears about anyone committing suicide anywhere, ഞങ്ങളുടെ ആ ഏരിയയിൽ എവിടെയെങ്കിലും നടന്നാൽ, in his town or somebody commits suicide, 2 മാസം ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. 2 months pastor will not sleep. എനിക്ക് അപ്പന്റെ അമ്മയുടെ നടുക്ക് കിടന്നാൽ പോലും ഉറങ്ങാൻ പേടിയായി. Even lying with my parents in the middle of my father and my mother, I will not sleep. രണ്ടാമത്തെ എന്റെ പേടി ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതാണ്. Second fear I had, fright, was stage fright. I could not stand on a stage and preach. സ്റ്റേജിന്റെ ഇന്ന് എന്റെ പിള്ളേര് അവര് ടാലന്റ് ടെസ്റ്റിനകത്ത് ഒത്തിരി സമ്മാനം മേടിച്ച ദിവസമാണ്. Today my children back, pastor's children back in India got lot of prizes for talent competition. പക്ഷെ ഞാൻ എന്റെ 10 വയസ്സിന് മുമ്പ് ഒരു സമ്മാനവും മേടിച്ചിട്ടില്ല. But before pastor was reached 10 years, he never got a single prize in any competition. എനിക്ക് ഏറ്റവും പേടിയുള്ളത് ഈ സാക്ഷി പറയുന്ന ദിവസമായിരുന്നു. I used to get scared when we had to give testimony in the church. ഞാൻ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ സാക്ഷി ഒഴിവാക്കണേ എന്ന്. And I used to pray, God, let the testimony time be removed from the service. കാരണം ഞങ്ങളുടെ സാക്ഷ്യം മുന്നിൽ നിന്ന് മുന്നോട്ട് നോക്കിയാ പറയുന്നത്. Because just like we do here too, kids have to come forward and stand and then give the testimony. എനിക്കറിയാം നിങ്ങളും അങ്ങനെ, ഇന്ന് സമയമില്ലാഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാം. Yeah, every week we do the same way, but today lack of time we didn't do that. ഞാൻ ഈ വചനം പഠിച്ചു വരും. And I will study the word and come. പക്ഷേ ആളുകളുടെ മുഖം കാണുമ്പോൾ ഞാൻ പഠിച്ചത് മറക്കും. When I look at people's face or see people's face, I will forget everything. ആളുകൾ എന്നെ നോച്ചിരിക്കുമ്പോൾ People will look at me and they will smile, laugh. എനിക്ക് എന്നോട് തന്നെ ഒരു അവജ്ഞ തോന്നിയിട്ടുണ്ട്. And I have felt myself ashamed. എനിക്ക് 2 റിപ്പോർട്ടുകൾ 10 വയസ്സിനകത്ത് കിട്ടി. And I got 2 reports before I turned 10. 1.5 വയസ്സിൽ ഒരു ബ്ലീഡിംഗ് നിമിത്തം ഡോക്ടർ പറഞ്ഞു ജീവിക്കത്തില്ല, ജീവിച്ചാലും മന്ദബുദ്ധിയാകും. And when pastor was 1.5 years old, doctor said because of a bleeding he will not survive long. Even if he survives, he will be differently able. He will have mental issues. 1.5 വയസ്സിൽ മനുഷ്യന്റെ റിപ്പോർട്ട് കിട്ടി മന്ദബുദ്ധിയാവുമെന്ന്. When pastor was 1.5 years, he was told that he will be mentally unstable. സാത്താൻ 10 വയസ്സ് വരെ എപ്പോഴും എന്നോട് പറഞ്ഞു
Till when he reached 10 years, devil used to tell him, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, you are good for nothing. നീ ഒരു വേസ്റ്റാ. You are a waste. 2 റിപ്പോർട്ടായിരിക്കും കിട്ടിയേ. 2 reports I got. ഒന്ന് സാത്താന്റെ റിപ്പോർട്ട്, One is a report from this devil. 2 മനുഷ്യന്റെ റിപ്പോർട്ട്. Second, the report of man. പക്ഷെ ഇതുവല്ലതാണോ നമ്മുടെ ലൈഫിനെ തീരുമാനിക്കുന്നത്? Let me ask you, is these reports which determine the destiny of our life? നിന്നെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ച ഒരു ദൈവം ഇല്ലേ? Isn't there a God who brought you into this world? അവന് നിന്നെ കുറിച്ച് ഒരു പ്ലാൻ ഇല്ലേ? Doesn't he have a plan for your life? ഇന്ന് പകൽ മനുഷ്യന്റെ റിപ്പോർട്ട്, സാത്താന്റെ റിപ്പോർട്ട് എന്തുവാ? What is the report of man or even Satan? 2 കൊരിന്ത്യർ 2:14 സാത്താൻ നിങ്ങളെ 2:11 സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. 2 Corinthians 2:11, enemies should not deceive you or defeat you. സാത്താൻ ഒറ്റ കാര്യം അറിയത്തുള്ളൂ, And he only knows one thing. തോൽപ്പിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. He knows how to defeat your scheme or deceive you. ഒരാളെ ജയിപ്പിക്കാൻ സാത്താൻ അറിയത്തില്ല. He doesn't know how to make anybody victorious. ജയിപ്പിക്കാൻ അറിയാത്ത ട്യൂഷൻ ടീച്ചർ എടുക്കാൻ നിങ്ങൾ ട്യൂഷൻ പഠിക്കാൻ പോവോ? And will you go to take any tutorial from somebody who doesn't know how to prepare you and make you clear the exam? ഒരു എക്സാമിൽ നിങ്ങളെ ജയിപ്പിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സാറിന്റെ അടുക്ക നിങ്ങൾ പഠിക്കാൻ Will you പോവോ? go to any teacher who cannot teach you good enough to clear the exam? സാത്താനെ ശ്രദ്ധിക്കാൻ പോകരുത്. Don't pay attention to what the devil has to say. തോൽപ്പിക്കത്തേ ഉള്ളൂ. He will only defeat you. പക്ഷെ 2:14 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നവർ. 2 Corinthians 2:14 says, in Christ who leads us in triumphal അപ്പൊ possession. ഏത് തോറ്റവനെയും ജയാളിയാക്കി മാറ്റുന്ന, ഏത് തോറ്റവന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു യേശുവിനെ എനിക്കറിയാം. I know a Jesus who can turn anyone's history, who can change anyone's defeat into victory. ഇന്ന് പകൽ ആ ദൈവം നിന്റെ മേലൊരു അധികാരം പകരാൻ പോവാ. Today, same God is going to give you an authority. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe that? 4000 പേരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അവൻ തുടങ്ങിയത്. He started as one among 4,000. പിന്നെ തലവനായി മാറി. Then he became a leader. പിന്നെ അവന്റെ അഭിഷേകത്തിന്റെ അധികാരത്തെ ദൈവം ഷിഫ്റ്റ് ചെയ്തു. God shifted his authority and anointing. ഇനി 2 ദിനവൃത്താന്തം 5:12 അവന്റെ തലമുറയുടെ മേലേക്ക് ദൈവം വാറ്റൻ കൈമാറുക. 2 Chronicles chapter 5, we see his descendants are getting a shift. അവരൊന്നിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങുക. And wherever they stand together, the glory of God comes down. ഇനി ആ ഗ്ലോറി ഇറങ്ങിയത് എങ്ങനെയാണെന്നൊന്ന് നോക്കിക്കേ. How did that glory come down? 2 ദിനവൃത്താന്തം 20:14 വായിച്ചേ. When you read 2 Chronicles 20 and verse 14. അവിടെ എഴുതിയിരിക്കുക, അപ്പോൾ സഭാമധ്യ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ മകനായി, മദന്യാവിന്റെ മകനായി, യെയലിന്റെ മകനായി, ബെനയാവിന്റെ മകനായി, സെക്കരിയാവിന്റെ മകനായി യഹസിയേൽ എന്നൊരു ലേവ്യന്റെ മേൽ വന്നു. The spirit of the Lord came upon Jehaziel, the son of Zechariah, the son of Benaiah, the son of Jeiel, the son of Mattaniah, a Levite, sons of Asaph, in the midst of the assembly. നിങ്ങൾ എന്റെ കയ്യിലോട്ടൊന്ന് ശ്രദ്ധിച്ചേ. Look at my hands. ആസഫ്, Asaph, മദന്യാവ്, Mananiel, യെയല്, Jeiel, ബെനയാവ്, Benaiah, സെക്കരിയാവ്, Zechariah, യഹസിയേല്. Ezekiel. എത്രാമത്തെ തലമുറ? Which generation? എത്രാമത്തെ തലമുറ? Tell me which generation? 6ാമത്തെ തലമുറ. 6th generation. ഇന്നലെ പകല് 4 തലമുറയുടെ മേൽ നിൽക്കുന്ന ശാപത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. Yesterday morning I spoke about the curse which was on 4 generations. പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ള 6ാം തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ കുറിച്ചാണ്. Today I want to tell you the anointing which is on the 6th generation. പെന്തിക്കോസിന്റെ 100 വർഷത്തെ ചരിത്രത്തിൽ ഇത് 6ാം തലമുറയുടെ കാലവാ. This is the 6th generation time frame of the 100 years history of Pentecostal movement. 1ാം തലമുറയ്ക്ക് ആരാധന അനുഭവമായിരുന്നു. For the first generation, worship was an experience. 2ാം തലമുറയിൽ പലർക്കും ഇത് ഒരു അനുകരണമായി മാറി. For the second generation, many acted or become a tradition. 3ാം തലമുറയിൽ പലർക്കും ഇത് ഒരു അഭിനയമായി മാറി. For third, they were acting out spirituality. 4ാം തലമുറയിൽ പലർക്കും ഇത് ഒരു ആഘോഷമായി മാറി. Fourth generation, it was a celebration for many. 5ാം തലമുറയിൽ പലർക്കും ഇത് ഒരു അലർജിയായി മാറി. Fifth generation, it became an allergy for many. 6ാം തലമുറയിൽ ചിലർക്ക് ഇത് ഒരു അബദ്ധമായി മാറി. Sixth generation, many are saying, oh, what a
foolishness, it's a mistake. ആറാം തലമുറ വരാൻ പോവുക. But there a sixth generation is going to come. അഭിഷേകത്തിന്റെ അധികാരം വെളിപ്പെടുത്തുന്ന ആറാം തലമുറ. The authority behind anointing is going to be revealed. നിങ്ങൾ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും അങ്ങനെ ഒരു തലമുറയെ ദൈവം ഉപയോഗിക്കും. If you are prepared or not prepared, God is going to use a generation like that. എനിക്കതിന്റെ ഭാഗമാകണമെന്ന് കൊതിയുള്ള എത്ര പ്രിയപ്പെട്ടവരെന്ന് I പറയുന്നത്. want to be part of that. How many of you have that desire this morning? ആറാം തലമുറ ആരോടാ പ്രവചിച്ചത്? Sixth generation prophesied to whom? ഇവന്റെ വല്യപ്പൻ പായലിരുന്ന 4 പേരോട് പ്രവചിച്ചപ്പോ When his grandfather sat down and prophesied to 4 people. ആറാം തലമുറ രാജാവിനോട് പ്രവചിക്കുക. The sixth generation is preaching to the king. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയുകയാ, Today let me tell you, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അവിടുന്ന് വീടുന്നുമെല്ലാം ഈ രാജ്യത്ത് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത് God brought you from India, Pakistan and different places here. നിങ്ങളുടെ തലമുറയെ ദൈവത്തിന് ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. God has a purpose and plan to use your children. ഈ രാജ്യത്തിന്റെ ആത്മീയ ക്ലൈമറ്റിനെ തിരിക്കാൻ ഒരു തലമുറയെ ദൈവം അഭിഷേകം ചെയ്യാൻ പോവാ. God is going to anoint a generation to change the spiritual climate of this nation. ഈ രാജ്യത്തിന്റെ ആത്മീക കാലാവസ്ഥ തിരിയും. The spiritual climate of this nation will change. എത്ര അധാർമികത ഇവിടെ പെരുകിയാലും ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ രാജ്യത്തിന്റെ ആത്മീക കാലാവസ്ഥ തിരിയും. How much of unspiritual wickedness may increase in this world? I am prophesying that the atmosphere is going to change. ഇവിടെ ഭയങ്കര പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. Many prophets are going to rise. അഗബോസിനെ പോലുള്ള പ്രവാചകന്മാരുടെ കാലമല്ലിത്. This is not the time for prophets like Agabus. ഈ കാലം എന്ന് പറയുന്നത് എഗസ്കിയലിനെ പോലുള്ള പ്രവാചകന്മാരുടെ This കാലമാണ്. is the time for prophets like Ezekiel. അഗബോസ് പറയും നാളെ എന്തോ സംഭവിക്കുമെന്ന്. Agabus will predict a prophecy about the future. പക്ഷേ എഗസ്കിയലിന് നാളെ എന്താണെന്നൊന്നും അറിയത്തില്ല. Ezekiel doesn't know what will happen പക്ഷേ tomorrow. അവൻ ഒന്നറിയാം, But he knows one thing. അവൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോ As he prophesied, ശ്വാസം 4 കാറ്റുകളിൽ നിന്ന് വരൂ. wind will blow from 4 directions. എന്നിട്ട് അസ്ഥികളെ സൈന്യങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന There is going to be a shift where dead, dry bones are going to rise. ഇന്ന് പകൽ അങ്ങനത്തെ ഒരു അഭിഷേകത്തിന്റെ ശക്തി പ്രാപിന് പ്രിയപ്പെട്ടവരെ. Today receive an anointing like that. ശബരബരബരബരബരബരബ. ഉഡാരബ റിബാരാദ വൈഡാരാദ ചൈഡാരാദ. ഓ ഉഡാരബരബരബരബ. ആദൽ കടകന വൈഡരബരബരബരബ. The capital city of sin. പാപത്തിന്റെ തലസ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ പകൽ ആത്മാവിൽ ഉറക്കെ പറയുകയാ, അസ്ഥികളെ ജീവിപ്പിക്കുന്ന ഒരു കാറ്റ് ഈ പട്ടണത്തിന്റെ മേൽ ആഞ്ഞടിക്കാൻ പോകുകയോ. Standing in the witchcraft capital of America, I am proclaiming that there is going to be a wind which will change, which will bring shift into the atmosphere. അസാധാരണമായ അഭിഷേകം ചലിക്കുന്ന പകലായത്. Unusual anointing is going to flow in this place. ദൈവം ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു തലമുറ. Oh, a generation who will be shifted by God. ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരു തലമുറ. A generation chosen by God. ഇന്ന് പകൽ എത്ര ദൈവമക്കൾ അതിന്റെ ഭാഗമാകാൻ കൊതിക്കുന്നുണ്ട്? How many of you have a desire to become part of it? ഹല്ലേലൂയ. Hallelujah. ആ ഗ്രാഫ് പോകുന്നത് നിങ്ങൾ കണ്ടോ? Look at how the graph is going. ദൈവം ഒരാളെ ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? See how God is shifting a person. ഏതോ ഒരു മൂലയ്ക്ക് നിന്നവൻ Somebody who was sitting in one corner, രണ്ടാമത് ലീഡറായിട്ട് ദൈവനെ ഉപയോഗിക്കുക. God lifted him as a leader. ഓ ദൈവനെ ഉയർത്തുക. God is just exalting him. മൂന്നാമത് അവന്റെ മേലൊരു അധികാരം പറയുക. Third, God gives him an authority. അവൻ പ്രവചനത്തിന്റെ അധികാരം പ്രാപിക്കുക. He gets the authority of a prophet. അടുത്തത് അവന്റെ തലമുറയുടെ മേൽ അഭിഷേകത്തിന്റെ ഷിഫ്റ്റിംഗ് സംഭവിക്കുക. Next, there is his children are going that same anointing. അടുത്തത് അവന്റെ തല കുനിച്ചിരിക്കരുത് അച്ഛാ. നിങ്ങളുടെ തലമുറയെ ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ഒരു ലെവൽ എന്ന് പകൽ നിങ്ങൾ വിശ്വാസത്തെ കാണുക. Don't sit with your head bowed down, but lift up, because God is going to use your children. ഞാൻ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുടെ തലമുറകളെ കാണുന്നു, ആത്മാവിൽ കാണുന്നു. I see your generation of many parents who are sitting here. ആരാ പറഞ്ഞത് അമേരിക്കയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു തലമുറ എഴുന്നേൽക്കത്തില്ലെന്ന്? Who can say a generation whom God will use will not rise in this ഈ nation? പകൽ നിങ്ങൾ പറ, എന്റെ തലമുറയെ ദൈവം അങ്ങനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറ. Today morning you say, God is going to raise my generation for that.
അപേക്ഷയിടൽ കടക. ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. After saying one more words, I'm going to pray. 2 ദിനവൃത്താന്തം 35:15. 2 Chronicles 35:15. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? What does it say there? ആസാഫ്യരായ സംഗീതക്കാർ രാജാവിന്റെ ദർശകനായ ദൂതന്റെ 35:15 രാജാവിന്റെ ദർശകനായ യദൂദിന്റെ കൽപ്പന പ്രകാരം തങ്ങളുടെ സ്ഥാനത്തു നിന്നു. And the singers, the sons of Asaph, were in their places. തങ്ങളുടെ their places, തങ്ങളുടെ സ്ഥാനത്ത്. They stood in their places. കാരം സോഡലെ കട്ടയിട്ട് തട്ടുന്നത് പോലെ നിന്റെ തലമുറയിട്ട് തട്ടാൻ ദൈവം സമ്മതിക്കത്തില്ല. Just like a carom board, you strike, that's way God is not going to allow your children to be hit here and there. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe? ധൈര്യത്തോടെ പറ. Say with boldness. അങ്ങനൊക്കെ തട്ടിയ കാലം കഴിഞ്ഞു. The time of those days are over. എന്റെ തലമുറയുടെ മേൽ ഒരു സ്പിരിച്വൽ അതോറിറ്റി ഉണ്ട്. My children have a spiritual authority. അവരെ ദൈവം ഒരു സ്ഥാനത്ത് കൊണ്ട് നിർത്തും. God will bring and make them stand in a place. ദൈവം ഒരു സ്ഥാനത്ത് കൊണ്ട് നിർത്തും. God will bring them and make them stand in a place. നിങ്ങളുടെ പാസ്റ്ററെ കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയത്തില്ല. I don't know much about your pastor. പക്ഷേ കാവേരിലെ വീടിനെ കുറിച്ച് എനിക്കറിയാം. But I know about his father's house. അദ്ദേഹം ഫിലിപ്പിച്ചാനും പാപ്പച്ചാനും അച്ചാനും ഒക്കെ വിശ്വാസത്തിൽ വന്ന കാലത്തെ കുറിച്ച് എനിക്ക് കേട്ടറിവുണ്ട്. I have heard about the times when that family, the brothers, came to faith. ഒത്തിരി തട്ടും മുട്ടും അതെ ഒത്തിരി നിന്ദയും അവർ അനുഭവിച്ചതാ. They endured lot of hardships and lot of trouble. പക്ഷേ ദൈവം ആ തലമുറയെ കൊണ്ടൊരു സ്ഥാനത്ത് ഈ രാജ്യത്ത് നിർത്തിയെങ്കിൽ But God brought the next generation and make him stand here. ഇന്ന് പകൽ തട്ടും മുട്ടും സഹിച്ച നിന്റെ തലമുറയുടെ മേൽ ദൈവം ഒരു അധികാരം പകരുന്നത് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്? How many of you believe that God is going to give an authority to your children and make them stand? How many of you believe that? പ്രിയ ജോമോൻ ഇവിടെ ഇരിപ്പുണ്ട്. പ്രിയ അജയ് ഇവിടെ ഇരിപ്പുണ്ട്. Dear brother Ajay is here. അജയുടെ അതെ അമ്മായിയുടെ അജയുടെ അപ്പന്റെ പെങ്ങൾ എന്റെ അമ്മായിയാ. And they are related. Pastor and brother Ajay is related. എന്റെ അമ്മയാണ് ആ കുടുംബത്തിൽ നിന്ന് ആദ്യം വിശ്വാസത്തിൽ വന്നത്. It was pastor's mom who came first in faith from the family. എന്റെ അമ്മ വിശ്വാസത്തിൽ വന്നപ്പോ അമ്മയുടെ നിർബന്ധമായിരുന്നു റാന്നി വന്ന് പെരുമ്പഴക്കടവിൽ സ്നാനപ്പെടണമെന്നുള്ള At that കാര്യം. time his mom had a desire that she has to publicly take water baptism in her own homeland. റാന്നിയിൽ വന്ന് അത്തിക്കയത്തുനിന്ന് 14 കിലോമീറ്റർ ഇപ്പുറത്ത് റാന്നി വന്ന് സ്നാനപ്പെട്ടപ്പോ എന്റെ അമ്മാച്ചന്മാര് പറഞ്ഞു അവള് ഞങ്ങളെ നാണം കെടുത്താൻ ഇവിടെ വന്നതാ. And when my mom came 14 kilometers to the native place to take water baptism, my uncle said she came here to bring shame to us. പക്ഷേ ഇന്ന് അവര് പറയും എന്റെ അനന്തരനാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം. Today they will say our son, our grandson is a pride for our family. ഇന്ന് പകൽ നിന്റെ തലമുറ ചരിത്രത്തെ മാറ്റുന്ന തലമുറയാകാൻ പോവാ. Your children are going to become history makers. ഞാൻ ഒറ്റ കാര്യമേ ചെയ്യാൻ പോകുന്നുള്ളൂ. I am going to do only one thing. ഈ ദൈവം ചരിത്രത്തെ മാറ്റുമെന്ന് മാത്രമല്ല, It is not that God will change the history. ആലോചനയാൽ ദൈവം നടത്തും പാസ്റ്ററെ. God will lead you through his counsel. പിന്നെ മഹത്വത്തിലേക്ക് പ്രവേശിക്കും. God will lead you to greater exaltation later. നമ്മളെ മഹത്വത്തിൽ ചേർക്കുന്നിടം വരെ ആലോചനയാൽ നടത്തുന്ന ഒരു ദൈവം. Until we are taken into the glory, he will lead us by his counsel. നമ്മൾ ഇനിയും ഭൂമിയിൽ കണ്ടെന്ന് വരാ. We may still live in this world or we may see each other. നമ്മൾ ഇനിയും കണ്ടില്ലെന്ന് വരാ. Probably we may not see each other. പക്ഷെ നമ്മളെല്ലാവരും ഒന്നിച്ച് കാണുന്ന ഒരു ദിവസമുണ്ട്. But a day is going to come when we will all see everyone together. എന്നാ പ്രിയപ്പെട്ടവരെ അത് When is that going to happen? കാഹളം ധ്വനിക്കും. Trumpet will blow. മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. Dead in Christ shall rise. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. Those who are alive will be transformed. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലും. We will reach the presence of our നമ്മൾ Lord. ഒന്നിച്ചൊരു പാട്ട് പാടും. We will sing a song together. ഇന്ന് 3 ഭാഷയിലാണ് ഇവിടെ പാടിയത്. Today we had 3 languages in which we sang. ഇംഗ്ലീഷിൽ പാടി, We sang in English. മലയാളത്തിൽ പാടി, In Malayalam we sang. ഹിന്ദി പാടി. We sang in Hindi. 6000 ഭാഷക്കാർ ലോകത്തിലുണ്ട്. There are 6,000 people languages in this world. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുണ്ട്. There are 6,000 languages in which people who have got saved are there. എല്ലാരും കൂടെ സ്വർഗ്ഗത്തിൽ ചെല്ലും. Everybody will reach heaven. നമ്മുടെ കർത്താവിന്റെ മുഖം കാണും. We will see the face of our Lord. നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കും. They will sing and praise God. ഏത് ഭാഷയിലായിരിക്കും? Which language? ഏത് ഭാഷയിലായിരിക്കും? Which language? ഇംഗ്ലീഷിൽ പാടിയാൽ If you sing in English, ആഫ്രിക്കക്കാർക്ക് മനസ്സിലാകുമോ? will Africans understand? ആഫ്രിക്കൻ ഭാഷ പാടിയാൽ If they sing in African language, ചൈനക്കാർക്ക് മനസ്സിലാകുമോ? will Chinese people understand? ഞാൻ
ഞാനത് ഓർത്ത് ടെൻഷനായപ്പോ കർത്താവിനോട് പറഞ്ഞു, When I got stressed about thinking, God told me, പേടിക്കണ്ട, don't worry. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ, There is a language which everybody സ്വർഗ്ഗത്തിൽ understands. കേൾക്കുന്ന ശബ്ദം, The voice in the heaven. തകർത്ത ഇടി മുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്വർഗ്ഗത്തിൽ കേൾക്കുന്ന ശബ്ദം. Like a sound of thunder roaring, mighty voice we can hear in heaven. ആ പാട്ടറിയാവുന്ന ദൈവമക്കളെല്ലാം കൂടെ കര ഉയർത്തിപ്പിടിച്ച് ഉറക്കെ ആ പാട്ടൊന്ന് പാടിക്കേ. If you know, can you raise your hands and sing it together? ഇപ്പൊ നമ്മൾ ഈ പാട്ട് പാടിയത് രോഗമുള്ള ശരീരത്തില്ല. Now we sing this song in a body which has got sickness. ഇപ്പൊ നമ്മൾ ഈ പാട്ട് പാടിയത് താഴ്ചയുള്ള ശരീരത്തില്ല. Now we sang in a sitting in a body which has got weaknesses. ഹല്ലേലൂയയുടെ പാട്ട് ഒരു ദിവസം നമ്മൾ ഒന്നിച്ച് പാടും. But one day we are going to sing hallelujah. ദ്രവത്വം അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കുന്ന ദിവസത്തിൽ, മരണം നീങ്ങി ജയം വരുന്ന ദിവസത്തിൽ, കോടാകോടി വിശുദ്ധന്മാർ ഒരുമിച്ച് നമ്മുടെ കർത്താവിന്റെ മുഖം മുഖാമുഖമായി കാണുമ്പോൾ പാടുന്ന ഹല്ലേലൂയയുടെ പാട്ട് രണ്ട് കര ഉയർത്തി പാടാൻ ഈ പകൽ എത്ര ദൈവമക്കൾ തയ്യാറാ? The incorruptible will be changed will change the corruptible, and we are going to receive a glorious body. We are going to be the presence of the Lord, and we will all be singing together without any weakness or infirmity. How many of you are willing to raise your hands and sing together the song hallelujah? Can we raise our hands towards ശബ്ദം ഉയർത്തി അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. Can you raise your voice and praise God? ദൈവാത്മാവിന്റെ നിയോഗത്തിനപ്പുറത്തൊന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to do anything beyond the guidance of the Holy Spirit. ഇപ്പം ദൈവാത്മാവിനോട് പറയുന്ന ഒറ്റ കാര്യമാണ്. Right now Spirit of the Lord is giving me only one leading. ഒറ്റ ഒരു കാര്യം. One thing. ഹല്ലേലൂയ പാട്ട് ദൈവദാസന്മാർ പാടാൻ പോവാ. The servants of God are going to sing the song hallelujah. നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. You all have to stand up. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ When you stand up, നിങ്ങൾ കുടുംബങ്ങളായി മുന്നിലേക്ക് വരണം. you have to come together as families into the front. എല്ലാ കുടുംബങ്ങളും മുന്നിലേക്ക് വരണം. All families must come together. കുടുംബങ്ങളല്ലാത്തവർക്ക് വന്നാൽ പ്രാർത്ഥിക്കാം. Even if you are not in a family alone, you can come alone. പക്ഷേ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എനിക്കൊരു നിയോഗം. But God has given me a strong urge to pray for ഒരു families. വലിയ കൈമാറ്റം ഇന്ന് പകൽ നടക്കാൻ പോവാ. Today there is going to be a transfer happening. അടുത്ത 5 മിനിറ്റ്, Next 5 minutes. 5 മിനിറ്റേ പ്രാർത്ഥിക്കത്തുള്ളൂ. 5 minutes only I will pray. 5 മിനിറ്റിനകത്ത് നമുക്ക് ഒന്നിച്ചു വരാം. 5 minutes you can come as a family or individuals also. വേഗം വരാം. You can come together. ഹല്ലേലൂയയുടെ പാട്ട് നാം പാടുക. The servants of God are you Lord God? Lift up both hands, lift both your hands. Worthy is the Lamb. Lift both hands. Let's sing unto the Lord. Worthy is the Lamb. For you are holy. Holy are you, Lord God Almighty. Worthy is the Lamb. Worthy is the Lamb. For you are holy. Yes. You are holy. Are you, Lord God Amen. Almighty? Worthy is the Lamb. Worthy is the Lamb. You are holy. കർത്താവേ, Dear Lord, കൃപയ്ക്കും അധികാരത്തിനും അനുസരിച്ച് by the grace and the authority you have given, ഈ ജനത്തെ ശുശ്രൂഷിക്കാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. the Lord, you gave me an opportunity to minister to this people. ദൈവദാസൻ എന്ന അധികാരത്തിൽ, As a servant of God, ദൈവം എനിക്ക് തന്ന ശുശ്രൂഷാധികാരത്തിൽ നിന്നുകൊണ്ട് with the authority of the ministry God has given, ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. I bless these people in the name of the Father, Son and the Holy Spirit. ഇവർ കിളിർക്കട്ടെ. Let them grow. ഇവരിൽ നിന്ന് കിളിർക്കട്ടെ. Through them, let things grow. ഇവർ കിളിർക്കട്ടെ. ഇവരിൽ നിന്ന് കിളിർക്കട്ടെ. Let them grow, continue to flourish. കർത്താവ് സഹായിക്കും. Lord, you will help us. Bless you. I bless them. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. Amen.